ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്ക വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ മിഡിൽ ഈസ്റ്റിലെ യുഎസിന്റെ ബാക്കിയുള്ള സൈനിക കേന്ദ്രങ്ങളിൽ വൻ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇറാൻ. ഖത്തർ, കുവൈറ്റ് അടക്കമുള്ള യുഎസ് കമാൻഡ് സെന്ററുകളിൽ വൻ ബോംബാക്രമണം നടന്നതായും അമേരിക്കയുടെ അഭിമാനമായ ഫിഫ്ത്ത് ഫ്ലീറ്റ് പൂർണ്ണമായും തകർന്നുവെന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. താവളത്തിൽ ഉണ്ടായിരുന്ന സൈനികർക്ക് ജീവഹാനി സംഭവിച്ചതായും പറയപ്പെടുന്നു. എന്നാൽ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരുന്നതേയുള്ളൂ. പലയിടങ്ങളിലും ജനങ്ങളെ ഒഴിപ്പിച്ചതായും വാർത്തകളുണ്ട്. യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപ്പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ഒമാൻ തീരത്ത് വെച്ച് ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ പുതിയ ആക്രമണം പശ്ചിമേഷ്യൻ സമുദ്രമേഖലയെ വീണ്ടും ഒരു യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ കൺട്രോൾ റൂം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ വഴിയിലുണ്ടായ അസ്ഥിരത അന്താരാഷ്ട്ര വിപണിയെയും ആഗോള നയതന്ത്ര ലോകത്തെയും ഒരുപോലെ പിടിച്ചുലച്ചിട്ടുണ്ട്. ചരക്കുനീക്കം സാധാരണ നിലയിലേക്ക് മടങ്ങാൻ തുടങ്ങിയ പശ്ചാത്തലത്തിലുണ്ടായ ഈ ആക്രമണം മേഖലയിൽ സമാധാനം അത്ര എളുപ്പമല്ല എന്ന സൂചനയാണ് നൽകുന്നത്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ CBS ന്യൂസ് പുറത്തുവിട്ട വെളിപ്പെടുത്തലുകൾ പ്രകാരം ഈ ആസൂത്രിത ആക്രമണത്തിന് പിന്നിൽ ഇറാന്റെ പരമോന്നത സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണെന്ന് ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒമാൻ തീരത്തുവെച്ച് ചരക്കുകപ്പലിൽ വന്നടിച്ച വിക്ഷേപണി ഇറാന്റെ അത്യാധുനിക സൈനിക ഡ്രോൺ ആണെന്നാണ് US ഇന്റലിജൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതോടെ ഈ മേഖലയിൽ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട്. കപ്പലിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം കേവലം ഒരു യാദൃച്ഛിക സംഭവമല്ല, മറിച്ച് ഇറാൻ കൃത്യമായ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കിയ സൈനിക തന്ത്രമാണെന്ന് വാഷിംഗ്ടന്റെ ആരോപണം. കുറഞ്ഞ ചെലവിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ള കാമിക്കാസെ ഡ്രോണുകളാണ് ഇതിനായി ഉപയോഗിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഈ സംഭവം അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന ശീതയുദ്ധം സമുദ്രത്തിലേക്ക് കൂടുതൽ ശക്തമായി പടരുന്നതിന്റെ തെളിവായി മാറി. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാന്റെ പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ള കർശനമായ മുന്നറിയിപ്പുകൾ ഈ വിഷയത്തിലെ അവരുടെ കടുത്ത നിലപാട് വ്യക്തമാക്കുന്നതാണ്. ഹോർമൂസ് കടലിടുക്കിലെയും പേർഷ്യൻ ഗൾഫിലെയും കടന്നുപോകുന്ന കപ്പലുകൾ ടെഹ്റാൻ നിർദ്ദേശിച്ചിട്ടുള്ള നിശ്ചിത പാതകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് അവർ ആവർത്തിച്ചു. ഇറാന്റെ നിയമങ്ങൾ അനുസരിക്കാത്ത കപ്പലുകൾക്ക് മേൽ തങ്ങൾക്ക് യാതൊരുവിധ നിയന്ത്രണവുമില്ലെന്ന സന്ദേശമാണ് അവർ നൽകിയത്. ഇറാൻ നിർദ്ദേശിക്കുന്ന റൂട്ടുകൾ ലംഘിച്ച് സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് യാതൊരുവിധ സുരക്ഷാ ഗ്യാരണ്ടിയും അല്ലെങ്കിൽ ഇൻഷുറൻസ് സംരക്ഷണമോ ലഭിക്കില്ലെന്ന് ഇറാൻ അതോറിറ്റി പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര കപ്പൽ കമ്പനികളെ സാമ്പത്തികമായും നിയമപരമായും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തന്ത്രമാണിത്. സുരക്ഷിതമല്ലെന്ന് ഉറപ്പുള്ള പാതകളിലൂടെ സഞ്ചരിക്കാൻ ഒരു പ്രമുഖ കമ്പനിയും തയ്യാറാകില്ല എന്ന യാഥാർത്ഥ്യം ഇറാൻ ഇവിടെ കൃത്യമായി ഉപയോഗിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഈ പുതിയ സമുദ്ര നിയമങ്ങളും ഭീഷണികളും വെറും വാക്കുകളല്ലെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് മേഖലയിൽ അരങ്ങേറിയത്. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് നേവിയുടെ ഭാഗത്തു നിന്നും കടുത്ത മുന്നറിയിപ്പുകൾ ലഭിച്ചതിനെ തുടർന്ന് 3 വലിയ എണ്ണക്കപ്പലുകൾ തങ്ങളുടെ യാത്രാമാർഗം പെട്ടെന്ന് മാറ്റാൻ നിർബന്ധിതരായി. അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നാവിക പിൻവാങ്ങലാണ് ഇത് വീക്ഷിക്കപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്ക് കടന്ന് മുന്നോട്ടു പോകാൻ തയ്യാറെടുത്തിരുന്ന ഈ എണ്ണക്കപ്പലുകൾ ഇറാന്റെ നാവികസേനയുടെ കപ്പലുകളും ഡ്രോണുകളും തങ്ങളെ വളയുന്നത് കണ്ടാണ് യാത്ര അവസാനിപ്പിച്ചത്. തുടർന്ന് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ഈ കപ്പലുകൾ U-ടേൺ എടുത്ത് പേർഷ്യൻ ഗൾഫിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. ഇതോടെ ഹോർമൂസ് കടലിടുക്കെ യഥാർത്ഥ അധികാരം തങ്ങൾക്കാണെന്ന് തെളിയിക്കാൻ ഇറാന് സാധിച്ചുവെന്ന് ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇറാൻ നാവികസേനയുടെ ഈ കടുത്ത നടപടികൾ അമേരിക്കയെയും സഖ്യകക്ഷികളുടെയും നാവിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. മേഖലയിൽ ചരക്കു കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ US നേവിയുടെ വലിയ യുദ്ധക്കപ്പലുകൾ പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും തങ്ങളുടെ തൊട്ടുമുമ്പിൽ വെച്ച് എണ്ണക്കപ്പലുകൾ ഇറാന്റെ ഭീഷണിക്ക് മുന്നിൽ വഴിമാറിപ്പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ പാശ്ചാത്യ ശക്തികൾക്ക് സാധിച്ചുള്ളൂ എന്ന ആക്ഷേപവും ശക്തമാണ്. സമുദ്രങ്ങളിലൂടെയുള്ള സ്വതന്ത്രമായ ചരക്കു നീക്കത്തെ ഇറാൻ ബോധപൂർവം തടസ്സപ്പെടുത്തുകയാണെന്ന് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നാവിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് പേർഷ്യൻ ഗൾഫിൽ നടക്കുന്നത് എന്നും എന്നാൽ തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കാനും സാമ്പത്തിക ഉപരോധങ്ങൾക്ക് മറുപടി നൽകാനും തങ്ങൾക്ക് സമുദ്രത്തിൽ പൂർണ്ണ അവകാശമുണ്ടെന്നാണ് ഇറാൻ പറയുന്നത്. ലോകത്തിലെ അസംസ്കൃത എണ്ണയുടെ വലിയൊരു ശതമാനം കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾ കൂട്ടത്തോടെ പിൻവാങ്ങുന്നത് ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കപ്പലുകളുടെ ഇൻഷുറൻസ് നിരക്കുകൾ കുത്തനെ ഉയരാൻ ഇത് കാരണമാകും. പല പ്രമുഖ കമ്പനികളും ഈ പാത പൂർണ്ണമായി ഉപേക്ഷിച്ച് ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റിയുള്ള ദൈർഘ്യമേറിയതും ചെലവേറിയതുമായ ബദൽ പാതകൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരായേക്കാം. ഇറാൻ ഈ സംഭവത്തിൽ നേരിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും അവരുടെ സൈനിക വിന്യാസങ്ങൾ മേഖലയിൽ കനത്ത യുദ്ധഭീതിയാണ് നിലനിർത്തുന്നത്. റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നിരീക്ഷണ ബോട്ടുകളും മിസൈൽ വിക്ഷേപണികളും സമുദ്രത്തിൽ സജീവമായി നിലയുറപ്പിച്ചിട്ടുണ്ട്.
ഏത് നിമിഷവും മറ്റൊരു വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായേക്കാവുന്ന ഭീതിയിൽ മേഖല അതീവ ജാഗ്രതയിലാണ്. ഒരു വശത്ത് ഇറാന്റെ ആണവ പദ്ധതികളെയും സാമ്പത്തിക ഫണ്ടുകളെയും ചൊല്ലി അമേരിക്കയുമായി നയതന്ത്ര ചർച്ചകൾ നടക്കുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് ഈ പുതിയ കടലാക്രമണം ഉണ്ടായിരിക്കുന്നത്. ചർച്ചകളിൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ നേടിയെടുക്കാനുള്ള ഒരു വലിയ സമ്മർദ്ദ തന്ത്രമായി കൂടിയാണ് ഇറാൻ ഇത്തരം കടലാക്രമണങ്ങളെയും ഭീഷണികളെയും ഉപയോഗിക്കുന്നത്. ഒമാൻ രാജ്യം പരമ്പരാഗതമായി പശ്ചിമേഷ്യയിലെ തർക്കങ്ങൾ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പല രഹസ്യ ചർച്ചകൾക്കും മധ്യസ്ഥത വഹിക്കുന്നത് ഒമാനാണ്. അങ്ങനെയുള്ള ഒമാന്റെ തീരപ്രദേശത്ത് വെച്ച് തന്നെ ആക്രമണം ഉണ്ടായത് ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മേലുള്ള ഒരു കനത്ത ആഘാതമായി മാറിയിട്ടുണ്ട്. ആക്രമണത്തിന് ഇരയായ കപ്പലിന് എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. കപ്പലിന്റെ കൺട്രോൾ റൂമിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നാവിക വിദഗ്ധർ പരിശോധിക്കുന്നുമുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം ഇതിനകം തന്നെ കപ്പൽ കമ്പനികൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ പുതിയൊരു ആക്രമണം കൂടി ഉണ്ടായത് വിപണിയെ കൂടുതൽ തളർത്തുകയും ചെയ്യും. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ ഈ സംഭവത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇറാൻ ബോധപൂർവം മേഖലയിൽ ഭീതി വിതയ്ക്കാനും അതുവഴി തങ്ങളുടെ തന്ത്രപ്രധാനമായ ശക്തി തെളിയിക്കാനും ശ്രമിക്കുകയാണെന്ന് US പ്രതിരോധ മന്ത്രാലയം പെന്റഗണിന്റെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ തങ്ങൾ വഴങ്ങില്ലെന്ന സന്ദേശമാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒമാൻ തീരത്തെ ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ കൃത്യമായ വിവരങ്ങളും സാറ്റലൈറ്റ് ദൃശ്യങ്ങളും പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കപ്പലിന് നേരെ പ്രയോഗിച്ച ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുന്നതിലൂടെ ഇത് എവിടെ നിന്നാണ് തൊടുത്തുവിട്ടതെന്ന് കണ്ടെത്താൻ സാധിക്കും. അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികൾ ഈ വിഷയത്തിൽ കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒത്തുചേർന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നാണ് വിലയിരുത്തൽ. ചരക്കുകപ്പലുകൾക്ക് സൈനിക അകമ്പടി നൽകുന്ന സംവിധാനം കൂടുതൽ ശക്തമാക്കേണ്ടി വരും. കടൽപ്പാതകളിലെ സുരക്ഷ ഉറപ്പാക്കാതെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം ഈ സംഭവം ഒരിക്കൽ കൂടി അടിവരയിടുന്നുണ്ട്. ഇറാൻ തങ്ങളുടെ റൂട്ട് നിബന്ധനകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഈ അവസരം ഉപയോഗിച്ചേക്കാം. ഇത് മേഖലയിലെ നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ വീണ്ടും കൊട്ടിയടയ്ക്കാൻ കാരണമായും. നിലവിൽ കപ്പലുകൾക്ക് US നാവികസേനയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലേക്ക് മടങ്ങിയ എണ്ണക്കപ്പലുകൾ എപ്പോൾ യാത്ര പുനരാരംഭിക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വൻ ശക്തികളുടെ ഈ അധികാര വടംവലിയിൽ ആരാകും ഒടുവിൽ വീഴ്ചയ്ക്ക് തയ്യാറാകുക എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ സമാധാനം എന്നത് എത്രത്തോളം അസ്ഥിരമാണെന്ന് ഈ പുതിയ പ്രതിസന്ധി തെളിയിച്ചിട്ടുണ്ട്.